പാലക്കാട് ഒറ്റപ്പാലം ലക്കിടിയിൽ നാൽക്കാലികളെ മോഷ്ടിക്കുന്നതായി പരാതി. പശുക്കളെയും പോത്തുകളെയും ആടുകളെയും രാത്രികാലങ്ങളിൽ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോകുന്നതാണ് മോഷ്ടാക്കളുടെ രീതിയെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ അങ്ങനെ ഒരു നെല്ല് കണ്ടുപോയതിനെ അടിച്ചപ്പോൾ ആൾ ഓടിയെന്നല്ല ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ റോഡ് വളക്കടിച്ചിട്ട് കയറിയപ്പോൾ ആട് രണ്ടും വലിയ കാറാണ്. അപ്പോൾ വേറൊരു കുട്ടിയുണ്ട്, അത് കരഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പോൾ വേഗം ഓടിയിട്ട് ടോർച്ചെടുത്തിട്ട് ഒറ്റ ഓട്ടാതിയാണ് ഓടിയപ്പോൾ ആടുകളുണ്ട് ഇങ്ങോട്ട് കയറും. ഈ മൂലയിൽ വെച്ചിട്ടാണ് അതിട്ട് പോയ പാഞ്ഞതാണ്. ആളെ പിടിക്കാൻ പറ്റി. തുടർച്ചയായി മാസങ്ങളുടെ ഇടവേളകളിൽ വളർത്തുമൃഗങ്ങൾ മോഷണം പോയിട്ടുണ്ട്. ലക്കിടി പോളി ഗാർഡന് സമീപം താമസിക്കുന്ന ചേറുങ്ങോട്ട് കോളേരി ജയദേവന്റെ 7 മാസം ഗർഭിണിയായ പശു കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത്. അർദ്ധരാത്രി 1 മണിക്ക് ജയദേവൻ നോക്കിയപ്പോൾ തൊഴുത്തിൽ പശുവുണ്ട്. പക്ഷേ രാവിലെ നോക്കിയപ്പോൾ പശുവിനെ കാണാനില്ല. ഇപ്പോൾ 1 മാസം ഇടവിട്ടായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖല ജനങ്ങൾ ഈ പശു വളർത്തൽ ക്ഷീരമേഖലയിലെ കർഷകരെ ഇത് ബാധിക്കുമ്പോൾ അവർ ഈ മേഖല വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലരും പശു വളർത്തൽ തന്നെ വേണ്ടെന്ന് വെക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്കിടി സ്വദേശി തന്നെയായ രാജന്റെ 2 മാസം ഗർഭിണിയായ പശുവിനെ ഏതാണ്ട് 1 മാസം മുമ്പാണ് മോഷ്ടാക്കൾ അഴിച്ചുകൊണ്ടുപോയത്. തൊഴുത്തിൽ മോഷ്ടാവിന്റെ കാൽപാദം പതിഞ്ഞിരുന്നുവെങ്കിലും പോലീസിന് മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. തൊഴുത്തിൽ നിന്ന് കയർ അറുത്തുമാറ്റിയാണ് പശുവിനെ മോഷ്ടിച്ചത്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. പോലീസിൽ പരാതിപ്പെട്ടു. അവർ വന്നു, ഇതൊക്കെ നടത്തി FIR ഒക്കെ ഇട്ടു. പക്ഷെ കള്ളനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പരിസരത്തും തന്നെ അതേമാതിരി പശുക്കളെയും ഇപ്പോൾ ഈ പോളിഗാർഡിൽ ഞങ്ങളുടെ ബാക്കിലാണ് അവർ ആട് വളർത്തലെ നിർത്തിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ മോഷണം പോയതിൻ്റെ ശേഷം അവരൊരു പശു ഇതേമാതിരി പോകാണ്ടായിട്ടുണ്ട്. അടുത്തിടെ പോത്തുകളെയും മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. മോഷണ പരമ്പര തുടർക്കഥയാകുമ്പോൾ ഉള്ള കാലികളെ വിറ്റാലോ എന്ന ആലോചനയിലാണ് നാട്ടുകാർ. ഇതുവരെ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടില്ല. ഒന്നിലധികം ആളുകൾ മോഷണത്തിന് പിന്നിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.